ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ എയറിലാണ്. അതിന് കാരണം പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീക്ഷിച്ചാൽ ട്രോളുകളിൽ നിറഞ്ഞ ജോൺ ബ്രിട്ടാസ് MP സഭയിൽ AIDMK MP തമ്പിദുരൈയുടെ പ്രസംഗത്തിൽ ഇടപെട്ട് സംസാരിച്ച ബ്രിട്ടാസിനോട് തമ്പിദുരൈ പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. രാജ്യസഭയിൽ നീറ്റ് പരീക്ഷാ വിഷയത്തിൽ AIADMK നേതാവ് തമ്പിദുരൈ സംസാരിക്കുമ്പോഴാണ് ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ പരിഹസിക്കുന്ന തരത്തിൽ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിനായി വിച്ച് അമ്മ എന്ന ചോദ്യമുണ്ടായത്. ഈ ചോദ്യത്തിന് തമ്പിദുരൈ യുവർ അമ്മ എന്ന് മറുപടി നൽകി പ്രസംഗം തുടരുകയും ചെയ്തു. ഈ സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. തമ്പിദുരൈ ബ്രിട്ടാസിന് മറുപടി നൽകി പ്രസംഗം തുടരുമ്പോഴുള്ള കൈകൂപ്പിയുള്ള ബ്രിട്ടാസിന്റെ ഭാവവും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സഭയിൽ പല ഭരണകക്ഷി അംഗങ്ങളുടെയും പ്രസംഗത്തിനിടെ ബഹളം വെച്ച് തടസ്സപ്പെടുത്തുന്നത് പോലെ തമ്പിദുരൈയുടെ പ്രസംഗം തടസ്സപ്പെടുത്താനായിരുന്നു പ്രസംഗത്തിനിടയിലെ ജോൺ ബ്രിട്ടാസിന്റെ അനാവശ്യമായ ഇടപെടൽ. ആ ഇടപെടലിന് മറുപടി നൽകി തമ്പിദുരൈ തന്റെ പ്രസംഗം തുടരുകയും ചെയ്തു. CPIM അംഗം ബ്രിട്ടാസിന്റെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമത്തോട് രോഷത്തോടെ പ്രതികരിച്ചെങ്കിലും അദ്ദേഹം തന്റെ പ്രസംഗം പൂർത്തിയാക്കി. ഈ സംഭവം തമിഴ് മാധ്യമങ്ങളിലടക്കം ഇടം പിടിക്കുകയും ചെയ്തു. ജനം, ഡൽഹി. ജോൺ ബ്രിട്ടാസ് എയറിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ച് കാണും എന്താ കാരണം എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ കാരണം വ്യക്തമായി കാണും. ജോൺ ബ്രിട്ടാസ് എയറിൽ നിന്നും ഇതുവരെയായിട്ടും താഴെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ജോൺ ബ്രിട്ടാസ് അനാവശ്യമായി വിളിച്ചു വരുത്തിയ ഒരു അപമാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഈ വാർത്ത കണ്ട പ്രേക്ഷകർക്കും മനസ്സിലാകും. തമ്പിദുരൈ അമ്മയെന്ന് ഉദ്ദേശിച്ചത് ജയലളിതയാണ്. അത് യഥാർത്ഥത്തിൽ ബ്രിട്ടാസിനും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടാസ് ഒരു അപഹാസ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അപഹസിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തമ്പിദുരൈയുടെ പ്രസംഗത്തിൽ ഇടപെട്ടത്. അതിന് കൃത്യമായ മറുപടി തമ്പിദുരൈ നൽകിയിട്ടുണ്ട്. ആ മറുപടിയും അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസിൻ്റെ ആ മറുപടി കേട്ട ശേഷമുള്ള ജോൺ ബ്രിട്ടാസിൻ്റെ ഭാവഭേദങ്ങളുമാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തെ എയറിലാക്കാൻ കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.